എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പ് കൃത്യമായിട്ട് പുലർച്ചെ 4 മണിക്ക് ദൃശ്യ ഓപ്പണാക്കും. രാത്രി 10:30ക്ക് ശ്രീകുമാർ സാറ് അത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ ഒരു സിസ്റ്റം. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകുമാർ സാറിന് ഗ്രൂപ്പിലുള്ള ഒരാൾ ഒരു കാര്യം അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. അത് ശ്രീകുമാർ സാറിൻ്റെ വാക്കുകളിലാണ് എന്നിലൂടെ നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ. ഇന്ന് ഏറ്റവും സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന പോലെ ഒരു സംഭവം ഉണ്ടായിട്ട്. അല്ല, കണ്ണൻ തന്നു എന്നാണ് ശ്രീകുമാർ സാർ പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ ഒരു പുണ്യാത്മാവ്, പേര് പറയാൻ വയ്യ, അദ്ദേഹത്തിന്റെ സ്വകാര്യത വെളിപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജീവിതത്തിൽ ലഭിക്കാവുന്നത്ര വലിയ ഒരു ഉയർച്ച ഉണ്ടാവുകയാണെന്ന് എന്നോട് പറയുന്നു. ഞാനും ചിന്തിച്ചു, എന്നോട് പറയുവാൻ കാരണം പ്രത്യേകത വല്ലതും ഉണ്ടോ എന്ന്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞു, നന്നായിട്ടോ, ഇനിയും ഉയരങ്ങളിലെത്താൻ പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ ഇന്ന് അദ്ദേഹം എനിക്കൊരു പദവി അനുവദിച്ചു തന്ന് അത് പറയുവാനാണ് ഈ കുറിപ്പ്. ഭഗവാനെ ഉറക്കാൻ വരുന്ന വസുദേവർക്ക് ശ്രീകുമാർ സാറിന് നമസ്കാരം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഗ്രൂപ്പ് ഉറക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭഗവാനല്ലേ ഓരോ ഡ്യൂട്ടി തരുന്നത്. ഞാൻ കണ്ടു താങ്കൾക്ക് കണ്ണൻ കാണിച്ചു തന്ന സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപം. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ വീണ്ടും അദ്ദേഹം പറയാണ്, പാഞ്ചജന്യത്തിൽ ഉറങ്ങുമ്പോൾ 2:30 കണ്ട സ്വപ്നമാണ്. അതെന്താ അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. സ്വപ്നമല്ല, ഇത് ഉറങ്ങിപ്പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നു. 1 മണിക്ക് ഫോൺ ഓഫായിപ്പോയി. പിന്നെ മയക്കത്തിൽ വന്ന് ഉണർത്തി എഴുന്നേൽപ്പിച്ച് അങ്ങയുടെ കണ്ണനാണ്. അപ്പോഴാണ് ഓർത്തത് അദ്ദേഹം അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമിയെ കാണാൻ പോവുകയാണ്. അതിനു മുന്നേ ഗുരുവായൂർ കണ്ണനെ കണ്ട് അനുമതി വാങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, കണ്ണനെ എൻ്റെ ശിരസിലേറ്റി അങ്ങയെ വിളിച്ചുണർത്തിച്ചു എന്നാണോ? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് തന്നെ രൂപം, പക്ഷേ കൈ അങ്ങയുടെ തലയിലാണുള്ളത്. മുകളിലെ രൂപം വെണ്ണക്കണ്ണനായിട്ട് നവനീത ഗോപാലമൂർത്തി. അപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഭഗവാനെ കണ്ട് അനുവാദം വാങ്ങി ശ്രീ പത്മനാഭസ്വാമിയുടെ സന്നിധിയിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാർ സാറിൻ്റെ ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ആ ഒരു രൂപത്തിൽ, കണ്ണൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലേ നമ്മുടെ ലോകത്ത്. ഭക്തിയായിട്ടുള്ള കാര്യങ്ങൾ, ഭക്തിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആർക്കെങ്കിലുമൊക്കെ സന്തോഷവും സുഖവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൃതാർത്ഥരായി എന്നർത്ഥം. നമ്മൾ ഈ ഗ്രൂപ്പ് കൊണ്ടും ചാനൽ കൊണ്ടും ഒക്കെയുള്ള നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിലേക്ക് വരാൻ നിങ്ങൾക്ക് ജോയിൻ ബട്ടണിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വരാം. പിന്നെ കൃഷ്ണവിഗ്രഹമൊക്കെ വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം, ആ ലിങ്ക് വഴി, ഫോട്ടോ വഴി. ഹരേ കൃഷ്ണ.